വരുമ്പോൾ എന്തേലും ഒരു വിഷയം പറഞ്ഞ് അപ്പം വീട്ടിൽ കല കൊണ്ടായി കഴിയുമ്പോൾ പിന്നെ അപ്പണെങ്കിൽ അവിടെ 24 മണിക്കൂർ അവിടെ ഇവിടേക്ക് മാറി കഴിയുമ്പോൾ പ്രാർത്ഥന സമയം കഴിയും. അച്ഛൻ ജോശാമേ ഇനിയിപ്പം ചോറെടുക്ക കിടക്കാൻ പറഞ്ഞ് ചോറും ഒക്കെ മേടിച്ച് കഴിച്ച് എല്ലാരും കിടക്കാൻ അവരവരുടെ ബെഡിലൊക്കെ പോന്ന് കർത്താവ് നീ എല്ലാം അറിയുന്നു ഞാൻ ഇതാ മറന്നു ഒറ്റ കിടക്കുന്നു. ചില 24 സെക്കൻഡിൽ ഒറ്റയടിക്കാൻ വായിച്ചത്. ബന്ധം വിട്ട് കിടക്കുന്ന കുടുംബമണ്ഡലം, ബന്ധം വിട്ട് കിടക്കുന്ന സഭാമണ്ഡലം, ഇതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞാൽ ഒരു പ്രവർത്തിയാകുന്നത് അസാധ്യമാണ്. എന്നാൽ എഗസ്കേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവിന് വീണ്ടും പറയാനൊരു ദൂതുണ്ട്. പ്രവാചകനെ നീ കാറ്റിനോട് കൽപ്പിക്ക ഈ നിഗതങ്ങളുടെ മേൽ ഊത. ശ്രദ്ധിക്കണം, എഗസ്കേൽ ദൈവത്തിന് എന്ന് പറയാ നീ കൽപ്പിക്ക ഈ നിഗതന്മാരുടെ മേൽ ഊതുവാൻ. ഒരു ചോദ്യം ചോദിക്കട്ടെ, ദൈവത്തിന് തന്നെ അങ്ങ് പറഞ്ഞുകൂടായോ കാറ്റ് ഇവിടെ മേൽ ഊതുക എന്ന്? ഇല്ല. അവിടുത്തെ എന്റെ വിഷയം ഇതാണ്. ദൈവം പറയുകയല്ല, പിന്നെയോ എഗസ്കേലിനെ കൊണ്ട് പറയിക്കുകയാണ്. ദൈവം പറയുകയല്ല, പിന്നെയോ എഗസ്കേലിനെ കൊണ്ട് ദൈവം പറയിക്കുകയാണ്. എഗസ്കേൽ പറഞ്ഞു, കാറ്റിനോട് കൽപ്പിച്ചു, കാറ്റേ ഈ നിഗതന്മാരുടെ മേൽ ഊതുക. എഗസ്കേലിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ട നിമിഷം നിഗതന്മാരുടെ മേൽ കാറ്റൂതി. അവർ ഞരമ്പ് വന്നു, ത്വക്ക് വന്നു, മാംസം വന്നു, മറ്റേ വേദസും ഞരമ്പാണ്ടികൾ ഉറച്ചു ഒരു മഹാസൈന്യമായിട്ട് നിന്നു. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രിക്കാലം നിന്റെ മേലൊരു ശക്തിയുണ്ട്, നിന്റെ മേലൊരു ശക്തിയുണ്ട്, നിന്റെ നാവിലൊരു ശക്തിയുണ്ട്. നീ കൽപ്പിച്ചാൽ ബന്ധം വിട്ട് കിടക്കുന്ന ചില മണ്ഡലങ്ങളെ, അസാധ്യമെന്ന് കിടക്കുന്ന മണ്ഡലങ്ങളെ നോക്കി നീ കൽപ്പിച്ചാൽ ഈ ദിവസം ജീവൻ പ്രാപിക്കാൻ സൈന്യമായിരിക്കാൻ പോകുകയാണ്. മറുപടിയില്ലാത്ത മനുഷ്യൻ നോക്കി ഇന്ന് രാത്രിക്കാലം മാനസാന്തരപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത വിഷയത്തെ നോക്കി നീ യേശുവിന്റെ നാമത്തിൽ മറുപടി പുറപ്പെട്ടു വെക്കുന്ന കൽപ്പീര് നിന്റെ വായിലൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു, ആദിയിൽ ദൈവത്തിന്റെ അതിരത്തിലിരുന്ന ശക്തി ഇപ്പൊ നമ്മുടെ നമ്മുടെ വാക്കിനൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അതരത്തിന്, നമ്മുടെ വാക്കുകൾക്കൊരു, നമ്മൾ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? നാവിനെ കുറിച്ച്. ഒരു ചെറിയ തീ, വലിയ നാവ്, ഒരു ഹൈസ്കൂളിൽ പഠിച്ചൊരു അച്ഛൻ, പ്രായമുള്ളേ കാണാൻ പറ്റും, കണ്ണാടിയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് എടുത്ത് വായിക്കാൻ വേണ്ടി വായിച്ചപ്പോൾ അച്ഛൻ എങ്ങനെ വായിച്ചു? നാവ് ഒരുത്തി തന്നെ. അത് വായിച്ചോണ്ടാ സംഭവിച്ചത്. നാവ് ഒരു തീ തന്നെ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ നാവിന്. ഒരു പാസ്റ്റർ മോനെ ഒത്തിരി മഴക്ക് പറഞ്ഞു, കൊടുത്ത് കേട്ടു. ഒത്തിരി വഴക്ക് പാസ്റ്റർ വെച്ച് നീ എന്താ തിരിച്ചൊന്നും പറയാത്തെ? അവൻ പറഞ്ഞ വാക്യായത്, എന്റെ ദുഷ്ട എന്റെ മുമ്പിൽ ഇരിക്കുമ്പോ വൈനത്തിലുണ്ട്. നാവിനെ ശ്രദ്ധിക്കണം ദൈവമക്കൾ. എന്തുകൊണ്ട് ഇന്ന് രാത്രി ഇത് ഇവിടെ പറയുന്നു എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരു കാര്യം പറയാം, ദൂതിനംശികൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നാവിനെ നമ്മളിൽ ശക്തിയുണ്ട്. നമ്മൾ പറഞ്ഞ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നീ കൽപ്പീര് ഈ മലയോട് ഇത് ചാടി കടലിൽ പോകാന്ന് പറഞ്ഞാൽ, നീ പറഞ്ഞാൽ അല്ലെ മലയോട് നീ കൽപ്പിച്ച, അത് മാറാൻ വേണ്ടി ഉപവാസ പ്രാർത്ഥന വെക്കണമെന്നല്ല കർത്താവ് പറഞ്ഞേ. നീ കൽപ്പിച്ചാൽ അതെന്ത് ചെയ്യും? വാക്കിലൊരു ശക്തി ഉണ്ടെന്ന് യേശു മൂലം പറഞ്ഞിട്ടുണ്ട്. നീ ഒരു കാര്യം പറഞ്ഞ, നീ തലമുറയെ നോക്കി കഴുത എന്ന് വിളിക്കരുത്. നിന്നിലൊരു ശക്തിയുണ്ട്. ഒരു പക്ഷെ അവിടെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. നീ തലമുറയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ബുദ്ധി കുറവുള്ളവന് ഔദാര്യമായി കൊടുക്കുന്നവരോട് യാചിപ്പിനെന്ന യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ തലമുറയ്ക്ക് ബുദ്ധിയില്ലെങ്കിൽ അവനെ പരസ്യം
കൽപ്പിക്കാൻ തയ്യാറാകുക. വ്യത്യാസം കണ്ടുകൊടുക്കാം. ഹല്ലേലൂയ. മുന്നേറ്റമില്ലാത്ത സാമ്പത്തിക മണ്ഡലത്തെ നോക്കി നീ നിരാശയുടെ വാക്കുകൾ, പരാജയത്തിന്റെ വാക്കുകൾ പറയാതെ, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയാതെ, വിശ്വാസത്തിന്റെ വാക്ക് നീ കേൾപ്പിയത്, വിശ്വാസത്തെ നീ പ്രഖ്യാപിക്ക്. നന്മ നിനക്ക് പുറപ്പെട്ടു വരാൻ പോകുകയാണ്. അധ്വാനിച്ചിട്ടും മിച്ചം കാണാതെ ഓട്ടക്കളത്തിന്റെ അനുഭവമാണെങ്കിൽ, ഓട്ടത്തിന്റെ അനുഭവമാണെങ്കിൽ ഈ ദിവസം അതിനെതിരെ നീ കൽപ്പിക്കാൻ തയ്യാറാകുക. നാവിനൊരു ശക്തിയുണ്ട്. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കോ? വിശ്വാസം പോരാന്ന് നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സംഭവിക്കോ? അയലത്തുകാരൻ ഒരാളെ എന്നും നമ്മൾ ഉപദ്രവിക്കുക. എന്നാൽ നമ്മൾ എന്ത് പറയും? ഏറ്റ ഭാഷ പ്രാർത്ഥന വിഷയം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ വിഷയത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി, നമ്മളെ എതിർക്കാൻ ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാട്ടൊക്കെ കൊണ്ട് പാടും. ജീവിത പങ്കാളി അങ്ങനത്തെ ഒരു വരി ഉണ്ടല്ലോ, എന്നെ എതിർക്കുന്ന ശത്രുക്കളല്ല ചിന്ന പിന്നെ പാടി ഒരു ശാസിച്ചു. ഒരു കുട്ടിയിലും അവൻ കാണാതെ അവരുടെ വീട്ടിലൊക്കെ ചെന്ന് ശാസിച്ചു. ഒക്കെ നമ്മുടെ ഇടയിലുണ്ട് ഇതിന് അന്ധവിശ്വാസം. അതിന് വിശുദ്ധ അന്ധവിശ്വാസം എന്ന് പറയാമോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രാർത്ഥിച്ച് വല്ലവരുടെയും വസ്തു കൊണ്ടുവരിക, കുഴിച്ചിടുക, അതിന് കൂടുതൽ ഞാൻ പറയാം. അതിനകത്തും ചിലർ പറയും പ്രാർത്ഥിച്ചു കൊണ്ടിട്ടേക്ക്. ദൈവാസന്മാരെ തന്നെ അതിനെ പഠിപ്പിക്കുന്ന ആവശ്യമില്ലാത്ത. എനിക്കതിനകത്തൂടെ മാനസികമായിട്ട് നിങ്ങൾ, പക്ഷെ എനിക്കതിനുള്ള കാര്യം പറഞ്ഞു. അതും വെച്ചതുപോലെ തന്നെ അവൻ താമസിക്കുന്ന അവന്റെ വസ്തു തൊട്ടപ്പുറത്ത് നമുക്ക് 5 സെന്റ് ഉണ്ട്, അവൻ 2 സെന്റ് 2 സെന്റോട് ചേർന്ന അവൻ കുഞ്ഞുങ്ങളോട് അവിടെ അവനറിയാതെ കൊണ്ടുവരാനാണ് പ്രാർത്ഥിച്ചിട്ടേ. എന്നിട്ട് യേശു അത് കൽപ്പിക്കുക, പുറപ്പെട്ടു വരട്ടെ. അതിന് വിശ്വാസം അവിടെ കൂടാതെ കുറിച്ച് അടിച്ച് മാറ്റി എടുത്തിട്ട് അതൊക്കെ ഒരുമാതിരി അന്ധവിശ്വാസങ്ങളാണ്. അത് ജാതീയ മണ്ഡലത്തിൽ രക്ഷിക്കപ്പെട്ടിട്ടും നമ്മൾ വിട്ടുപോകാത്ത ചില വിശ്വാസങ്ങളാണ്. അന്യന്റെ മകൻ മോഹിക്കരുന്ന കളിക്കാൻ മറന്നു പോകരുത്. ശ്രദ്ധിക്കണം, നമ്മുടെ നാവിനൊരു ശക്തി നിങ്ങൾ മനസ്സിലാകുന്നത് ഞാൻ ചിന്തിക്കുക. നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരിക്കൽ പ്രവാചകൻ സഹോദരിയോട് വന്നപ്പോൾ, സഹോദരി കുടിക്കാൻ അല്പം വെള്ളം എടുക്കാനാണ് സഹോദരി തിരിഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, വെള്ളം എടുക്കാൻ പോയല്ലേ ഇച്ചിരി അപ്പം കൂടെ കൊടുത്തു. വെള്ളം കൊടുക്കാന്ന് വെച്ചപ്പോൾ പിന്നെ അരി വലിയ കുഴപ്പമായി, ഞാൻ അപ്പം കൂടെ കൊടുത്തു. സഹോദരി വലുതാതൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞു സഹോദരി പറഞ്ഞു, ഇച്ചിരി മാവുണ്ട് അല്ലേ, കലത്തിൽ അല്പം മാവുണ്ട്, അതുകൊണ്ട് അടയുണ്ടാക്കി എനിക്കും മകനും കഴിക്കാനും മരിക്കാനുമായിരിക്കുന്നത് അല്ലേ. ശരിയാന്ന് ഞാൻ പറയുന്നത്. അല്പം മാവുണ്ട്, അതുകൊണ്ട് എന്തുണ്ടാക്കണം? അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് മരിക്കാനിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞനുസരിച്ച് പോയി ആ അല്പം മാവിന്ന് അല്പം മാവെടുത്ത് അടയുണ്ടാക്കി പ്രവാചകന് കൊടുത്തു. ആ കലത്തിലെ മാവ് പിന്നെ ആ സഹോദരി പറഞ്ഞു, അല്പം മാവുണ്ട്, ഉള്ളതെന്ന് പറഞ്ഞു. ചില വെള്ളം ഒരുങ്ങി ഇറങ്ങുമ്പോ അടുത്ത വിശ്വാസിക്ക് എവിടെ പോന്നു? തിരുവനന്തപുരത്ത് പോയായിരിക്കും, പറയത്തില്ല. നമ്മുടെ കല്യാണം ആലോചിക്കാൻ പറ്റില്ല. കണ്ട തിരുവല്ല ഉള്ളത് പറയത്തില്ല. അതവിടെ നിൽക്കട്ടെ. ഉള്ളത് പറയത്തില്ല. സഹോദരി ഉള്ളത് പറഞ്ഞ അല്പം ഇതുകൊണ്ട് അടയുണ്ടാക്കി കഴിച്ചോ? കഴിച്ചു അല്ലേ. അവർ കഴിച്ചു, അവർ രണ്ടുപേരും കഴിച്ചു, ഒത്തിരി നാൾ കഴിച്ചു. പ്രവാചകനും അതിന്റെ കൂടെ ഒരു വാക്കൂടെ ചേർത്തായിരുന്നു. അതാ ശ്രദ്ധിക്കുന്നത്. എന്റെ വിഷയം അവിടെയാണ്. മരിക്കാൻ അല്ലെ. അവൾ പറഞ്ഞ പോലെ ആ വീട്ടിൽ ഒരു മരണവും സംഭവിച്ചു. നിന്റെ നാവ് നന്മ പറഞ്ഞാൽ നന്മ സംഭവിക്കും, നിന്റെ നാവ് തിന്മ പറഞ്ഞാൽ തിന്മയും സംഭവിക്കും. അവളുടെ മകൻ മരിച്ചു. പിന്നെ പ്രവാചകൻ ആ സ്ഥാനത്ത് ഉണ്ടായത് കൊണ്ട് അവളുടെ ഉയർപ്പ് നടന്നു. അത് ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് അവൾ പറഞ്ഞു തിന്നാനിരിക്കുകയാണെന്നും ദൈവം അവരെ തീറ്റിച്ചു അല്ലെങ്കിൽ ഭക്ഷിപ്പിച്ചു. മരിക്കുമെന്ന് പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ നാവിന് എന്തോ ഉണ്ട്? ഒരു ശക്തിയുണ്ട്. ഒരു ഹല്ലേലൂയ പറയാമോ? നമ്മുടെ നാവിനൊരു ശക്തിയുണ്ട്. യോശുവ ഒരിക്കൽ സൂര്യൻ നോക്കി, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യലും താഴ്വരയിലും